ഇപ്പം ജോബ് അല്ലേ, ജോബിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. ജോബ് 3 നിബന്ധന ചെയ്യുന്നുണ്ട്. അയാളുടെ മക്കളെ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴേ വലിയ കൊടുങ്കാറ്റ് വന്ന് 4 വശത്തുനിന്നും കൊടുങ്കാറ്റ് വന്ന് വീട് തകർന്നു പോയി, മക്കൾ മരിച്ചുപോയി. ഇപ്പോൾ വലിയ ദുരന്തമായിപ്പോയി. അത് വന്ന് അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ വന്ന് പറഞ്ഞു, നിൻ്റെ മക്കൾ മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ചേട്ടൻ്റെ വീടും തകർന്ന് നിൻ്റെ മക്കൾ മരിക്കുകയും ചെയ്ത്. അപ്പോൾ ദുരന്തമല്ലേ. ദുരന്തമായപ്പോൾ ജോബ് ഉടനെ 3 കാര്യങ്ങൾ ചെയ്യും. അത് നിബന്ധനയാണ്. ഈ ഒരു തകർച്ചയിൽ, കുടുംബ തകർച്ചയല്ലേ, കുടുംബവും തകർന്ന് മക്കളും മരിച്ചു. അപ്പോൾ ഈ കുടുംബ തകർച്ചയിൽ 3 കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്താണ്? ആദ്യമായി തന്നെ അദ്ദേഹം തലമുണ്ടനം ചെയ്ത് കളഞ്ഞു. പിന്നെ എന്ത് ചെയ്ത്? വസ്ത്രം കീറി. പിന്നെ എന്ത് ചെയ്ത്? സർവാംഗം സാഷ്ടാംഗം വീണ്. 3 കാര്യങ്ങളാണ് ചെയ്യണത്. തകർച്ച വരുമ്പോൾ നമ്മുടെ നിബന്ധനകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖ്യധാര ഈ നിബന്ധനയുടെ ഉള്ളിൽ കൂടി പോണത് എന്താണെന്നറിയാവോ? എളിമപ്പെടുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾക്കൊരു തകർച്ച വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മാർഗം. ഇപ്പം ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ് 22-ാമത്തെ വാക്യം. ജോബ് 1:22. ശ്രുതിയുടെ മക്കളെ, യേശുവേ സ്തോത്രം. ജോബ് 1:20 മുതൽ തുടങ്ങുന്നത്. ജോബ് എഴുന്നേറ്റ്, അതായത് വീട്ടിൽ ജോബ് 1:18 മുതൽ തുടങ്ങുന്നുണ്ട്. അത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്ന് പറഞ്ഞു, ദുരന്ത വാർത്തയാ, തകർച്ചയാ, നിൻ്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയടിച്ച കാറ്റ്, കൊടുങ്കാറ്റ് വീടിൻ്റെ 4 മൂലക്കും അടിച്ചു. അത് തകർന്ന് വീണു, അവർ മരിച്ചുപോയി. ഇപ്പം തകർച്ചയും മരണവുമാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. ഇങ്ങനെ ഒരു സംഭവം സാധാരണ ഈ ജോബിന് ഉടനെ പരിശുദ്ധാത്മാവ് ആവശ്യിച്ചിട്ട് പറഞ്ഞു, ഇതാണെങ്കിൽ ശരി, ഇതിനെ എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റും. ഈ നിബന്ധനകളൊക്കെ അങ്ങനെ ഉണ്ടാകണതാ. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യണ നിബന്ധന ആരുടേതാ? മോസസിൻ്റെ. ഉടമ്പടി നമ്മൾ ഫോളോ ചെയ്യണ നിബന്ധനകൾ ആരുടേതാണ്? മോസസിന് ഒരു വലിയ വിഷമസന്ധി വന്നപ്പോൾ ദൈവം ഉപദേശിച്ചു കൊടുത്ത മാർഗമാണ്. എന്താണ്? 10 കൽപ്പനകൾ അല്ലേ? ജെറിക്കോ പട്ടണം പ്രതിരോധിക്കാൻ പാടാണെന്ന് പറഞ്ഞ് ജോർദാൻ വറ്റിച്ചപ്പുറത്ത് പോകാനും വാഗ്ദാനം നാട് പ്രാപിക്കാനും ഈ ജനം അശക്തമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, നിങ്ങളെ ശക്തീകരിക്കാം, പക്ഷെ നിങ്ങൾ 10 നിബന്ധനകൾ പാലിക്കണം. അപ്പം നിബന്ധനകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? തകർച്ചയുടെ സമയത്തും വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അതിനെ പ്രതിരോധിച്ച് ജീവിത വിഷയങ്ങളെ അതിജീവിക്കാനുള്ളതാണ് നിബന്ധന. ഇപ്പോൾ സ്പേസ് മേക്കർ എടുത്ത് മാറ്റി എങ്കിലും അല്പ ആവശ്യകത നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പൻ എന്നാ ചെയ്യേണ്ടത്? നിബന്ധന കർക്കശമാക്കിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ അകത്ത്. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും നിബന്ധനകളിലായിരിക്കണം. പക്ഷേ പലരുടെയും ശ്രദ്ധ എവിടെയാണെന്നറിയാമോ? അവർ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച വിഷയങ്ങളിലാണ് നിങ്ങളെ ശ്രദ്ധിക്കണത്. ദൈവതിരുസന്നിധിയിൽ വെച്ച വിഷയങ്ങൾ അമ്മ ശ്രദ്ധിച്ചോളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പോൾ അവസാനം സാക്ഷ്യം പറഞ്ഞൊരു മോളില്ലേ, അവൾ B2 എക്സാം എഴുതുമ്പോൾ അവർക്കറിയാം അത് കിട്ടത്തില്ല എന്നറിയാം. കാര്യം എന്താ? ജർമ്മൻ ഭാഷയുടെ B ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്. B2 നല്ല കട്ടിയാണ്. അപ്പം സംസാരത്തിൽ പോകും, അല്ലെങ്കിൽ എഴുത്തിൽ പോകും,
അല്ലെങ്കിൽ ഗ്രാമറിൽ പോകും, പ്രൊണൗൺസിൽ പോകും, പ്രൊണൗൺസിയേഷനിൽ പോകും, എവിടെയെങ്കിലും പഠിക്കും. കാര്യം നമ്മൾ പുതുതായിട്ട് ആ ഭാഷ പഠിക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായി തോറ്റു പോകും. അപ്പോൾ അവൾക്കാണത് മനസ്സിലാവണമില്ല, അത് എവിടെ അത് എഴുതി ഒപ്പിക്കാൻ പറ്റണില്ല. പക്ഷേ ശരീരത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഉടമ്പടി ജ്ഞാപകമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചു. എന്തിനാണ് ഒളിപ്പിച്ച് വെച്ചത്? കർത്താവിൻ്റെ കശുരൂപം. എന്താ സംഭവം ചെയ്യണത്? അത് കർത്താവിനോട് ചെയ്ത ഉടമ്പടിയാണ്, ഉടമ്പടിയുടെ ഓർമ്മ ജ്ഞാപകമാണ് വെച്ചിരിക്കുന്നത്. അതെന്താണ്? വിശ്വാസമാണ്. അപ്പം നിങ്ങൾക്കത് അത്രയ്ക്ക് ക്യാച്ച് ചെയ്തില്ല, നിങ്ങൾ അത് ക്യാച്ച് ചെയ്യണം. കാര്യം എന്താണ്? അവരുടെ വിശ്വാസമാണത് വെച്ചിരിക്കുന്നത്. അവർ നെഞ്ചിൻ്റെ ഉള്ളിൽ വെച്ചാലും ബ്ലൗസിൻ്റെ ഉള്ളിൽ വെച്ചാലും ആ കാശുരൂപം എന്താ? അവർ വിശ്വാസമാണ്. എന്താണ്? എൻ്റെ പരീക്ഷയേക്കാൾ വലുതാണ് എൻ്റെ കർത്താവ്. എൻ്റെ പരീക്ഷയേക്കാൾ വലുതാണ് എൻ്റെ കർത്താവ്. എൻ്റെ സിലബസിനേക്കാളും വലുതാണ്, ഈ ചോദ്യങ്ങളെക്കാൾ വലുതാണ് എൻ്റെ കർത്താവ്. അപ്പോൾ എപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കാൾ മുകളിൽ കൊണ്ടുവരണം നമ്മുടെ വിശ്വാസം. വിഷയത്തേക്കാൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്രയേ ഉള്ളൂ. വിഷയത്തേക്കാൾ മുകളിലായിരിക്കണം വിശ്വാസം. ഇപ്പം നിനക്ക് വീടില്ല, എവിടെ നിന്ന് കിട്ടാനാ? ഇവിടെയൊക്കെ വീടിന് ഭയങ്കര തീ പിടിച്ച വിലയാണ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടാനാണെന്ന് പറയുമ്പോഴേ എന്ത് പറ്റും? നിൻ്റെ വിഷയത്തേക്കാൾ താഴെയായി നിൻ്റെ വിശ്വാസം. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എപ്പോഴും അറിയാമല്ലോ, ഉടമ്പടിയുടെ മനുഷ്യ പങ്കാളി എപ്പോഴും -0 ആയിരിക്കും. ഉടമ്പടിയുടെ മനുഷ്യ പങ്കാളി എന്ന് പറയുന്നത് ആരാ? നോഹിൻ്റെ കാലം മുതൽ, എബ്രഹാത്തിൻ്റെ കാലം മുതൽ, മോസസിൻ്റെ കാലം മുതൽ, ഈശോൻ്റെ കാലം വരെ ഉടമ്പടിയുടെ മനുഷ്യ പങ്കാളി. ഉടമ്പടിക്ക് 2 പങ്കാളി ഉണ്ടാവും, ദൈവ പങ്കാളിയും ഉണ്ടാവും, മനുഷ്യ പങ്കാളിയും. ഈ മനുഷ്യ പങ്കാളിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും, അല്ലേ? നോഹ് ഒരു മനുഷ്യ പങ്കാളിയാണ്. അയാളുടെ മുമ്പിലുള്ള എന്താ? ചീഞ്ഞളിഞ്ഞ ശവങ്ങൾ പൊങ്ങുന്ന ഒരു ഭൂമിയാണ് ഉണ്ടായത്. ദൈവം ഉടമ്പടി നോഹിനോട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ശവങ്ങൾ പൊങ്ങിക്കിടക്കുകയാണ്. പ്രളയത്തിൽ ചത്തവരുടെ ശവങ്ങളെ, പ്രളയത്തിൽ ചത്തുപോയവരുടെ ശവങ്ങളും മുങ്ങിപ്പോയ വീടുകളും നശിഞ്ഞുപോയ ഒരു ലോകമാണ് അദ്ദേഹത്തിന് ചുറ്റും കിടക്കുന്നത്. അപ്പം ആ സമയത്താണ് ഉടമ്പടി എന്ന വലിയ ആശയം വരണത്. ഉടമ്പടി ബൈബിളിൽ വരണത് അങ്ങനെയല്ലേ? നോഹിൻ്റെ കാലത്തല്ലേ ആദ്യത്തെ ഉടമ്പടി വരണത്. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ ചുറ്റോട് ചുറ്റും കിടക്കുന്ന ഭൂമിയും ഭൂപ്രദേശവും ചുറ്റുപാടുകളും പരിസരങ്ങളും ദ്രവിച്ചതും ചീഞ്ഞതും എല്ലാം തകർന്നതുമായിരിക്കും. മനുഷ്യ പങ്കാളി എപ്പോഴും 0 ഈ 0 നിന്ന് ജീവിതം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വപ്നത്തോളം എത്തിക്കണത്? അതിൽ വിശ്വസിക്കുമ്പോഴാണ്. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. ഈ വിശ്വാസം പല തരമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്പം മനസ്സിലാകാത്ത പരീക്ഷയ്ക്കും എഴുതാൻ പറ്റാത്ത പരീക്ഷയുടെ മേലാണ് ആ സഹോദരി വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? മനസ്സിലാകാത്ത പരീക്ഷയാണ്, എഴുതാൻ പറ്റാത്ത കടുകട്ടിയായ വിഷയത്തിൻ്റെ മേലെ വിശ്വാസം. അപ്പോൾ എന്ത് പറ്റി? വിഷയത്തെക്കാൾ വലുതായി വിശ്വാസം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹവേളയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ 2022-23 CBSE +2 ബാച്ചായിരുന്നു. ഞാൻ 10ഉം 11ഉം ഓൺലൈനായിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ CBSE ആയതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് എക്സാം ഞങ്ങൾക്കില്ലായിരുന്നു, ഓൾ പാസ്സായിരുന്നു. അപ്പം എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടതെന്ന് പോലും അറിയാതെയാണ് ഞാൻ +2ൻ്റെ എക്സാമിന് കയറിയിരുന്നത്. അപ്പോഴത്തേക്കിന് എനിക്കറിയത്തില്ല എന്താ അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്ത് ചെയ്യണം, എന്ത് പഠിച്ചാലാണ് എക്സാം പാസ്സാകേണ്ടതെന്ന് പോലും അറിയത്തില്ല. കാര്യം 10ഉം 11ഉം ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഒന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തുമില്ല. അങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു പള്ളിയുണ്ട്, നമുക്കവിടെ പോകാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാനും അപ്പയും അമ്മയും കൂടെ ഒരു ഞായറാഴ്ച എൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. മാതാവിനോട് മുട്ടിപ്പായിന്ന് ഞാൻ പ്രാർത്ഥിച്ച, അമ്മേ മാതാവേ, നാണം കെടുത്താത്തൊരു മാർക്ക് എനിക്ക് തരണം, എനിക്ക് അത്രയേ ഉള്ളായിരുന്നു എൻ്റെ ആവശ്യം. അപ്പം ഞാനിവിടെ വന്ന് കാര്യം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എനിക്കപ്പം 18 വയസ്സായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്, ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എഴുതി, എക്സാമെല്ലാം ഞാൻ
എനിക്ക് എക്സാം എല്ലാം എഴുതുമ്പോഴത്തേക്കിനും ടെൻഷനാണ്. ഞാൻ എല്ലാ എക്സാമിനും കയറുമ്പോഴത്തേക്കിനും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ കയറുന്നത്. എന്നിട്ട് ഉപ്പ് ഞാൻ വെതറും. ഞങ്ങൾക്ക് ആകുമ്പോഴത്തേക്കിനും ഒന്നും കയറ്റാൻ പറ്റത്തില്ല എക്സാം ഹോളിലോട്ട്. ഞാൻ ഉപ്പ് അവർ കാണാതെ ഞാൻ വെതറിയിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. എനിക്ക് സെറ്റ് 3 ആണ് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാ എക്സാമിനും. ആ സെറ്റാണ് ഏറ്റവും എളുപ്പമുള്ള സെറ്റ്. ഞാൻ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞു. എനിക്ക് ഫിസിക്സിൻ്റെ എക്സാം വന്നപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് എനിക്കറിയുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇല്ല അതിനകത്ത്. ഞാൻ നിന്ന് ഉരുകും. എനിക്കറിയത്തില്ല എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനപ്പോഴത്തേക്കും രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചിട്ട് എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടു. എന്നിട്ട് എനിക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയിട്ട് ഞാനത് അണ്ടർലൈൻ ചെയ്തു വെച്ചു. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ആകെ ഏറ്റവും കൂടുതലും മാർക്ക് എനിക്കുള്ളത് ഫിസിക്സിന്. എനിക്കറിയാം, ഞാൻ 2 വട്ടം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ എടുത്ത് നോക്കി. കാര്യം ഞാൻ പൊട്ടുമെന്ന് പറഞ്ഞിരുന്നതാണ് CBSEയുടെ എക്സാം ഫിസിക്സിന്. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് 70 മാർക്ക്. എനിക്ക് 70 63 മാർക്കുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണ്, ഭയങ്കര പാടായിരിക്കും. അന്ന് വരെ ഞാൻ എടുത്തിട്ട് ക്ലിയർ ആയിട്ടില്ല. അന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്ന് അവരപ്പോഴത്തേക്കും അവിടെ വിധി എഴുതി എനിക്ക് കിട്ടത്തില്ല എന്ന് എന്നെ പഠിപ്പിച്ച മാഷുമാരെഴുതി. ഞാൻ അവിടെ കയറി ഇരുന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്തു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എടുത്ത്. അവരെല്ലാവരും എന്നോട് ചോദിച്ചു നീ എന്നാ മാത്രമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ജർമ്മൻ പഠിച്ചു. അങ്ങനെ ഞാൻ A2ൻ്റെ എക്സാം എഴുതി ഞാൻ ഫെയിലായി. ഞാനത് ട്രിവാൻഡ്രത്താണ് എഴുതിയത്. അപ്പോഴത്തേക്കിനും എനിക്കങ്ങ് എൻ്റെ മാതാവിനോടുള്ള ഇതങ്ങ് കുറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ഫെയിലായെന്ന് അറിഞ്ഞ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. അടുത്ത വെള്ളിയാഴ്ച വന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ 2023 ഡിസംബർ 29 എൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ B2ന് വേണ്ടി പഠിക്കുക. അപ്പം B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് തന്നെ ഞാൻ B2ൻ്റെ എക്സാമിന് വേണ്ടി ഒരു സ്ലോട്ട് ഞാൻ ട്രിവാൻഡ്രം കൊച്ചിയിൽ മെയിൽ അയച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ മെയിൽ എക്സാം സ്ലോട്ട് കിട്ടി. ഞാൻ റൈറ്റിങ്ങും ലിസണിങ്ങും എഴുതി. ഞാൻ മാർച്ച് 16 ആയിരുന്നു എക്സാം എഴുതിയത്. ഞാനപ്പം അതും കിട്ടി. ഞാൻ ഹോൾ ടിക്കറ്റും കൊണ്ട് വന്ന് ഇവിടെ ഈ അൽത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എങ്ങനെ എക്സാം എഴുതേണ്ടതെന്ന്. എന്നെ എഴുതി വെക്കുമെന്നും എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ 2ഉം പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ട്രിവാൻഡ്രം കൊച്ചി എന്ന് പറഞ്ഞാൽ മെയിൽ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. എനിക്ക് മിക്ക മന്തിലും ഡേറ്റ് കിട്ടുമായിരുന്നു. പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്ന ഒരാളാണ് എന്നിട്ട് ഞാൻ ഓഗസ്റ്റിലത്തെ എക്സാമിനുള്ള ഡേറ്റിൽ ഞാൻ സ്പീക്കിങ്ങും റീഡിങ്ങും കൂടെ എഴുതി. എനിക്ക് റീഡിങ് കിട്ടി, എനിക്ക് സ്പീക്കിങ് കിട്ടിയില്ല. എനിക്ക് 2 മാർക്കിനത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 മൊഡ്യൂളായപ്പോൾ തന്നെ ഞാൻ എക്സാം ഏജൻസിക്ക് കൊടുത്തു. ഏജൻസി എനിക്ക് ഇൻ്റർവ്യൂ തന്നു. അതായത് ഏജൻസി ഞാൻ കണ്ടുപിടിക്കുന്നത് ഞാനിങ്ങനെ ട്രിവാൻഡ്രം കൊച്ചി പോയി രജിസ്ട്രേഷൻ ഇരുന്നപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു കൊച്ചു വഴിയാണ് ഞാൻ ആ ഏജൻസി കണ്ടുപിടിക്കുന്നത്. എനിക്ക് ആ ഏജൻസിയെക്കുറിച്ച് അറിയത്തില്ല, നല്ലതാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പോയ ആളുടെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഏജൻസിക്ക് കൊടുത്തത്. പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ മോക്ക് കിട്ടി. മെയിൻ ഇൻ്റർവ്യൂ 2 ഒറ്റ അടിക്കായിരുന്നു. എനിക്ക് 2 കൂടെ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാം, എനിക്ക് 3 ക്വസ്റ്റ്യൻ മനസ്സിലായി അവർ പറഞ്ഞത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്നാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് യാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് അവരെനിക്ക് തോന്നുന്നു എന്നെ കളിയാക്കി ചിരിച്ചതാണോ എനിക്കൊന്നും അറിയത്തില്ല. എനിക്കങ്ങ് സങ്കടവും വരുന്നു. ഞാൻ മാതാവിൻ്റെ തിരി അവിടെ കത്തിച്ച് വെച്ചേക്കുക. അതിലോട്ട് ഞാൻ നോക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഞാനപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അവരെന്താ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ യാന്ന് വെച്ചിട്ട് അവർ എന്നെ ബൈ പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും മനസ്സിലായില്ല, ഞാൻ ചിരിക്കുമായിരുന്നു പറഞ്ഞു. ഞാൻ ചിരിച്ചോണ്ടാണ് ഞാൻ അവരെ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അമ്മ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഞാൻ ആദ്യം പാസ്സാകുന്ന അവിടെ ഇൻ്റർവ്യൂവിന്. എനിക്കറിയത്തില്ല ഞാൻ എന്നെ അവിടെ ചെയ്യേണ്ട. ഞാൻ അപ്പോഴത്തേക്കിനും അക്കാഡമിയിൽ ഞാൻ നിൽക്കുക. എന്നോട് പറഞ്ഞു മരിയ പാസ്സായെന്ന് പറഞ്ഞു. ഞാൻ പോയി. എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ കോൺട്രാക്റ്റ് ഒരു മാസം പോലും എടുത്തില്ല. അതിന് മുന്നേ വന്നു. എന്നിട്ട് 3 ലക്ഷം രൂപ വേണം. 3 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കണം. അപ്പോഴത്തേക്കിനും ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കിനും വീട്ടിൽ നല്ല ടൈറ്റാണ്.
അപ്പം അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക്, നമുക്ക് എവിടുന്നേലുമൊക്കെ കിട്ടും, നീ കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ ദിവസവും ത്രിസന്ധ്യാജപം ചൊല്ലും. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. എപ്പോഴും എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ പ്രാർത്ഥിച്ച് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് പൈസ കിട്ടി. ഞാൻ കൊണ്ടുവന്ന് ഏജൻസിയിൽ അടച്ചു. ജാനുവരി 17-ാം തീയതി ഞാൻ വിസയ്ക്ക് വെക്കുമ്പോഴത്തേക്കിനും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൽ എൻ്റെ പ്ലേസ് ഓഫ് ബർത്തിൽ കേരള എന്നില്ല. അപ്പോഴത്തേക്കിനും എല്ലാവരും പറഞ്ഞു അത് മിക്കവാറും റിജക്ഷൻ ആകാനാ ചാൻസ്. ഞാൻ നിന്ന് കരയുക വീട്ടിൽ. അതിൻ്റെ കൂടെ ഞാൻ വിശ്വാസപ്രമാണവും ചെല്ലുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ കാശുരൂപവും ഉപ്പും എല്ലാം ഞാൻ പിടിച്ച് ഞാൻ കരയുന്നുമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്, അതിലേറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്, അമ്മ മാതാവ് നിനക്ക് തരും. പക്ഷേ അമ്മയൊക്കെ കരഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ജാനുവരി 17-ന് വെച്ച്, ഒരു തിങ്കളാഴ്ച വെച്ച്, അത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്ന് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞു. എനിക്ക് അപ്പോഴത്തേക്കും എന്നോട് എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു റിജക്ഷൻ ആയിരിക്കും, കാര്യം ഇത്രയും നേരത്തെ ഒന്നും ആർക്കും വരത്തില്ല, ഇങ്ങനെ എൻ്റെ കൂടെ വെച്ചവർക്ക് ആർക്കും വരുന്നുമില്ല. ഞാൻ എന്നിട്ട് സാറ്റർഡേ ചെന്നിട്ട് ഞാൻ കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു. ഞാനപ്പോൾ പോകുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ മുന്നിൽ കാശുരൂപമുണ്ട്. കാശുരൂപ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കഴുത്തേൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ എന്നിട്ട് അവിടെ കയറി ചെന്നു. എനിക്ക് തുറക്കാൻ വേണ്ടി ഭയങ്കര പേടി. അപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചേട്ടനാണ് തുറന്നത്. അപ്പോഴത്തേക്കിനും പറഞ്ഞു, എടി ഒരു പേപ്പറേ ഉള്ളൂ അതിനകത്തെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ദൈവം മാതാവേ, ഞാൻ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പം എടുത്തു നോക്കിയപ്പം റിജക്ഷൻ വരുമ്പോഴാണ് അങ്ങനെ സാധാരണ പേപ്പർ വരുന്നത്. ഈ പേപ്പർ അതിൻ്റെ അകത്ത് അറിയാതെ അങ്ങോട്ട് കയറി വന്നതാണ്. പുറത്ത് വരേണ്ട പേപ്പർ അറിയാതെ റിജക്ഷൻ വന്നെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അത് അറിയാതെ അകത്ത് കയറി വന്നതാണ്, പുറത്ത് വരേണ്ട പേപ്പർ. നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് വിസ അടിച്ചിട്ടുണ്ട്. ഞാൻ ഈ വരുന്ന മാർച്ച് 26-ാം തീയതി, ഈ ബുധനാഴ്ച വൈകിട്ട് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് എപ്പോഴും 4-ാമത്തെ ആഴ്ചയിൽ യുവതുപ്തിക്കാരെല്ലാവരും കൂടെ ചേർന്ന് അന്നദാനം നടത്തുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് 1, 3, 5 പൊതി കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ പത്രങ്ങൾ എല്ലായിടത്തും തീരുന്നിടം വരെ ഒന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ ബസ് സ്റ്റോപ്പിൽ ഞങ്ങളുടെ അടുത്തുള്ള ചങ്ങനാശ്ശേരി സ്ഥലം, അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം കയറി ഞാൻ കൊടുത്തിട്ടേ ഞാൻ മിക്കവാറും പോകാറുള്ളൂ. പിന്നെ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ ഒരു കൃപാസനത്തിലെ പത്രം കാണും. ഇപ്പം തന്നെയാണേലും എൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു കാശുരൂപമുണ്ട്. എനിക്കറിയാം എൻ്റെ കൂടെ എവിടെ പോയെന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് എവിടെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണ്. എനിക്കിപ്പോൾ എക്സാം എഴുതാൻ പോയാൽ എനിക്ക് ട്രെയിൻ ലേറ്റ് ആവുക, എന്നായിരുന്നു, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഓരോന്നോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിക്ക് പോയി എക്സാം എഴുതിയിട്ട് എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് ഞാൻ അവിടെ ചെല്ലുന്ന അന്ന് അതിൻ്റെ റിസൾട്ട് വരുന്നത്. എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള കാര്യം എൻ്റെ വീട്ടിലെ അല്ലലും എല്ലാം അറിഞ്ഞ് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോഴത്തേക്കും മാതാവ് എനിക്കത് തരുമെന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്. എൻ്റെ പേര് ഡാലിയ. ഞാൻ വരുന്നത് കോട്ടയം മുണ്ടക്കയത്തു നിന്നാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ 2024 ജാനുവരി 12-ാം തീയതിയാണ് ഞാൻ ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ ചെന്ന് ഞാൻ 3 മാസം പഠിക്കുകയും ശേഷം ഞാൻ വർക്ക് പെർമിറ്റായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കില്ല എന്നവർ പറയുന്നത്, കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റില്ല എന്നവർ പറയുന്നത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയൊരു എംപ്ലോയറിനെ അവിടെ കിട്ടിയത്. അപ്പോൾ വിസയിലുള്ള എംപ്ലോയറും എനിക്ക് പുതിയതായിട്ട് കിട്ടിയ എംപ്ലോയറും രണ്ടായതുകൊണ്ട് എനിക്ക് നിലവിലുള്ള വിസയിൽ അവിടെ നിൽക്കാൻ സാധിക്കില്ലെന്ന് അവർ പറഞ്ഞു. പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി അവിടെ നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു രീതിയിലും നടക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന 2 കൂട്ടുകാരികൾ, അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചവരായിരുന്നു. അവരെന്നോട് പറയും, ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, എന്തായാലും നടക്കും. ആ ഒരു നിമിഷം ഞാൻ അവിടെ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും അവർ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ആൻറ്റി പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, എന്തായാലും ഇവളുടെ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള കാര്യം പറഞ്ഞത്.
അതിനുശേഷം എന്തൊരു മീറ്റിംഗ്, ഈ ഒരു പ്രശ്നത്തെപ്പറ്റി എന്തൊരു മീറ്റിംഗ് അല്ലെങ്കിൽ എന്തൊരു അപ്പോയിൻമെൻറ്റ് വന്നാലും എൻ്റെ കൂട്ടുകാരികൾ അവർക്ക് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു ഞാനൊരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എന്തൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലോയറുമായിട്ടൊരു മീറ്റിംഗ് എനിക്ക് അവിടുന്ന് സാധാരണഗതിയിൽ അവിടെ ലോയറുമായിട്ട് മീറ്റിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനൊരു മീറ്റിംഗ് കിട്ടുകയും ലോയർ അടുത്ത് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാം എന്നതും, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പം കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ ചെന്ന് ലോയറിന് പൈസ കൊടുക്കണം, അങ്ങനെ പല ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അത് തുടർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് വരണം, അല്ലെങ്കിൽ 5-ാം തീയതി വരെ നിനക്ക് സമയമുള്ളൂ, മെയ് 5-ാം തീയതി വരെ നിനക്ക് സമയമുള്ളൂ, അതിന് മുന്നേ തിരിച്ചു വരണം. അല്ലെങ്കിൽ 5-ാം തീയതി കഴിഞ്ഞും നീ തുടർന്ന് ജർമ്മനിയിൽ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസിൽ അവർ തന്നെ പുറത്താക്കുകയും ബാൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 1.5 വർഷം യൂറോപ്യൻ കൺട്രീസ് മുഴുവൻ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു പോകുന്നു. ഏപ്രിൽ 27-ാം തീയതി ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരികയും ചെയ്തു. പിന്നെ മെയ് 3-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഏപ്രിൽ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മെയ് 3-ാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദിവസം പ്രത്യക്ഷ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും, ദിവസം കുർബാനയ്ക്ക് പോവുകയും അതുപോലെ മാതാവുമായിട്ടുള്ളൊരു കണക്ഷൻ കൂടാൻ തുടങ്ങി. അതിനോട് മുന്നോടിയായിട്ട് ദിവസം കുർബാനയ്ക്ക് പോവുകയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനകൾ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് പ്രദക്ഷിണ പ്രാർത്ഥന എല്ലാം ചെല്ലുന്നത് രാവിലെ 5:30. അപ്പം ധ്യാനവും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ധ്യാനം കൂടാറുള്ളത്. ധ്യാനം ഫാദറിൻ്റെ ധ്യാനം കൂടുമ്പോഴൊക്കെയും എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി, ഇത് എന്തായാലും സാധിക്കും, അല്ലെങ്കിൽ നിനക്കൊരു വഴി തെളിഞ്ഞ് കിട്ടും, പിന്നീട് പോകാനുള്ള വഴി തെളിഞ്ഞ് കിട്ടുമെന്ന് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ എപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, വിശ്വസിക്കുക, നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, എന്തായാലും ഒരു വഴി കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം കുറേ സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു. ഞാൻ അവിടുന്ന് മെയിൽ അയക്കുകയും കുറേ ഇടങ്ങളിൽ മെയിൽ അയക്കുകയും ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒരിടത്തൊന്നും റിപ്ലൈ കിട്ടിയില്ല. അങ്ങനെ അവസാനം 2 കിട്ടി. അതിൽ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞ് ഒരിടത്തൊന്നും റെസ്പോൺസ് ഇല്ല. അടുത്തുനിന്ന് റെസ്പോൺസ് വന്ന് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും ചെയ്തു. കോൺട്രാക്റ്റ് കിട്ടി അവസാനം എല്ലാം ശരിയാകുകയും ചെയ്തതാണ്. അവസാന നിമിഷം അക്കോമഡേഷൻ ശരിയായ രീതിയിൽ കൃത്യസമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരത് ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേനും ഞാൻ വളരെയധികം തളർന്നു പോയി. കാരണം നാട്ടിൽ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്തിട്ട് അതും കിട്ടിയില്ല. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി. അപ്പം എൻ്റെ വിശ്വാസം കുറയാൻ തുടങ്ങി. ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടാത്തത് എന്നുള്ള കാര്യം എനിക്ക് വിശ്വാസം, മാതാവിനോടുള്ള വിശ്വാസം ഇങ്ങനെ കുറയാൻ തുടങ്ങി. അപ്പോഴത്തേനും അമ്മയ്ക്കത് മനസ്സിലായതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല, നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, ഉടമ്പടിയിലാണ്, മാതാവ് കൂടെയുണ്ട്. ഇവിടെ നമ്മൾ പുതുക്കാൻ ചെല്ലുമ്പോഴും എനിക്ക് പ്രദക്ഷിണത്തിന് മാതാവിനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 2 തവണയും എനിക്ക് മാതാവിനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം മാതാവ് കൂടെയുണ്ട്, നീ വിശ്വസിക്കണം, എന്തായാലും നടക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയുടെ ആങ്ങള വഴി ഒരു കോണ്ടാക്റ്റ് കിട്ടുകയും ഒരു ഏജൻസിയുടെ എറണാകുളത്തൊരു ഏജൻസിനെ കോണ്ടാക്റ്റ് ചെയ്യും. അതുവഴി എനിക്ക് വിസ ഇൻ്റർവ്യൂ കിട്ടുകയും ആ വിസ അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയ ശേഷം അത് ഞാൻ പാസ്സാകുകയും തുടർന്ന് കോൺട്രാക്റ്റുകളും കാര്യങ്ങളും എല്ലാം വന്ന് എനിക്ക് വിസയ്ക്ക് പോകാനുള്ള എല്ലാം ശരിയായി. വിസ ഓഫീസിൽ ചെല്ലുമ്പോഴൊക്കെയും ഞാൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ അവിടെ ഇടുമായിരുന്നു. അതുപോലെ തന്നെ തൈലം പൂശുമായിരുന്നു. വിശ്വാസപ്രമാണം അവിടെ ഓരോ നിമിഷവും ഞാനവിടെ കയറുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു വിസ ഇൻ്റർവ്യൂവിൽ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം വിസയ്ക്ക് പോയ ശേഷം എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു വിസ കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി. സാധാരണഗതിയിൽ 2 ആഴ്ചയിൽ 1 മാസം നീളുന്നതായിരുന്നു. ഇത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി.
അത് അമ്മ മാതാവ് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, അമ്മ അതെനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ ഞാൻ ജാനുവരി വിസ കിട്ടി. അതിനുശേഷം എനിക്ക് ഏപ്രിൽ 1-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഏപ്രിൽ 1-ന് മുന്നായിട്ട് ഞാൻ ജർമ്മനിലേക്ക് പോകാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അമ്മയുടെ കൂടെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത് മാനസിക രോഗികളുള്ള സ്ഥലങ്ങളുണ്ട്, ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ശുശ്രൂഷ ചെയ്യുകയും അമ്മയുടെ കൂടെ പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ പത്രം കൊടുക്കാൻ ഞങ്ങൾ വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്. വീടുകളിലെല്ലാം കയറി കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ജർമ്മൻ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടുന്ന സാലറി കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു, ഓൾഡ് ഏജ് ഹോംസിൽ കൊടുക്കുമായിരുന്നു. പിന്നെ അമ്മയുടെ കൂടെയും ചെന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവർക്ക് മെഡിസിൻസ് എടുത്തു കൊടുക്കുകയും അവരുടെ പേഴ്സണൽ കെയറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോൾ കിട്ടിയത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഹോസ്പിറ്റലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അത് ഞാൻ അമ്മയോട് വളരെയധികം നന്ദി പറയുന്നു. കൃപാസന മാതാവില്ലായിരുന്നെങ്കിൽ എനിക്കതൊന്നും ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും എനിക്ക് ഡിക്ലൈൻ ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മ മാതാവ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഓരോ പ്രതിസന്ധികളും റിജക്ഷൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നന്ദി പറഞ്ഞാൽ തീരാൻ പറ്റത്തില്ല. അപ്പം കുറേ നന്ദി ഈശോയ്ക്കും മാതാവിനും കൊടുക്കുന്നു. ഈ തുടർന്നുള്ള ജീവിതം ഈശോയും മാതാവിനോട് കൂടെ ഒപ്പം ചേർന്ന് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ ജർമ്മനിയിൽ പോയ ഏജൻസിയിൽ നമ്മൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മോള് പറയാൻ വിട്ടുപോയി. ഞങ്ങളിവൾ ഏപ്രിലിൽ 27-ാം തീയതി വന്നു. മെയ് മാസം ഏകദേശം ഒരു 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത പേപ്പറിൽ തൈലം പുരട്ടി കൊടുക്കുകയും അതുപോലെ ആ സ്റ്റേഷനിൽ ഉപ്പ് വിതറി അവിടെ പോയി കാര്യം പറഞ്ഞു കൊടുത്തു. ആദ്യം നമ്മൾ ചാലക്കുടിയിൽ കൊടുത്തു. അതുപോലെ അവിടെ നിന്ന് ഞങ്ങളുടെ മുണ്ടക്കയത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 പോലീസ് സ്റ്റേഷനിൽ മാറി കയറി വരേണ്ടി വന്നു. അങ്ങനെ പോയ സ്റ്റേഷനുകളിലെല്ലാം ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പോയി. അതിനുശേഷം ഒറ്റയാഴ്ചയ്ക്കകം ഞങ്ങൾക്ക് ഏജൻസിയിൽ നിന്ന് തിരിച്ചു വിളിച്ച് ആ 3 ലക്ഷം രൂപയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അത് വിശ്വാസപ്രമാണം ഞങ്ങൾ നിരന്തരമായിട്ട് അതിനോടനുബന്ധിച്ച് ചെല്ലുമായിരുന്നു. ഞങ്ങൾ 3 ഹസ്ബൻഡും ഞാനും മോളും കൂടെയാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനം കൂടുന്നതും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുടുംബമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്കത് മാതാവ് വഴിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരിക്കലും ഏജൻസിക്ക് കൊടുത്ത പൈസ ഒരിക്കലും തിരിച്ച് ലഭിക്കുന്നതല്ല. പക്ഷേ ആ മാതാവ് ഞങ്ങൾക്ക് കൃപ ചെയ്ത് അത് തിരികെ ലഭിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്, മാതാവ് പ്രവർത്തിച്ചതായിട്ടാണ് കാണുന്നത്. ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞങ്ങളുടെ ജീവിതം മുഴുവനും ഞങ്ങൾ ഈശോയോടും മാതാവിനോടും ചേർന്ന് ജീവിക്കാനായിട്ട് ഞങ്ങളുടെ ഫാമിലി മുഴുവനും അങ്ങനെ ജീവിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വചനവും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി.